നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കിഡ്നി ഡിസീസും ആയുർവേദ ചികിത്സയെ പറ്റിയാണ്. ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കിഡ്നി രോഗം. കാരണം ഒരുപാട് രോഗികൾ ഡയാലിസിസിന് ഇന്ന് വിധേയമാകുന്നുണ്ട്. അതേപോലെ തന്നെ കിഡ്നി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മളിനി കിഡ്നിയുടെ ഒരു പ്രധാന ജോലി എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മൂത്രം ഉൽപ്പാദിപ്പിക്കാം. ഈ മൂത്രത്തിലൂടെ ശരീരത്തിന് വേണ്ടാത്ത അഴുക്കുകളെ രക്തത്തിൽ നിന്ന് ശുദ്ധി ചെയ്ത് പുറത്ത് കളയും. ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളെ തിരിച്ച് രക്തത്തിലേക്ക് എത്തിക്കുകയാണ് കിഡ്നി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ എർത്രോപോയറ്റിൻ്റെ നിർമ്മാണം, അതേപോലെ കാൽസ്യം സിന്തസിനെ സഹായിക്കുന്ന ബി.പി റെഗുലേഷൻ, ഇതൊക്കെ കിഡ്നിയുടെ ഫങ്ഷൻസാണ്. അതുകൊണ്ടാണ് ക്രോണിക് കിഡ്നി ഫെയിലിയറിൽ പലപ്പോഴും രോഗിക്ക് അനീമിയായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കിഡ്നി ഡിസീസിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്നും ക്രോണിക് കിഡ്നി ഡിസീസ് എന്നും. അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ. അപ്പോൾ അക്യൂട്ട് കിഡ്നി ഫെയിലിയറിനുള്ള കാരണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്ന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒരു പ്രധാന കാരണം, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ എലിപ്പനി പോലുള്ള കണ്ടീഷൻസിൽ എലിപ്പനിയൊക്കെ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് കാർഡിയാക് ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ പിന്നീട് കിഡ്നി ഫെയിലിയറിലേക്ക് എത്തി അതും പെട്ടെന്നുണ്ടാകുന്നത്. അതേപോലെ അപകടങ്ങൾ, ആക്സിഡൻറ്റ്സ്, അപകടങ്ങളൊക്കെ സംഭവിച്ച് കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഈ ഇത്തരം കണ്ടീഷൻസിൽ നെഫ്രോൺസിൻ്റെ ഒരു ഗ്രാജുവലി ഡാമേജ് സംഭവിക്കുന്ന ഒരു പ്രോസസ് അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെഫ്രോൺസിന് ഡാമേജ് സംഭവിച്ചില്ലെങ്കിൽ അത് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസാണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്താണ് ക്രോണിക് കിഡ്നി ഫെയിലിയർ. നേരത്തെ പറഞ്ഞ പോലെ പല ജീവിതശൈലി രോഗങ്ങളും ഇത്തരം ക്രോണിക് കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി പോലുള്ള കണ്ടീഷൻസ്. ഡയബറ്റീസ് നെഫ്രോൺസിനെ ബാധിച്ച് കാലക്രമത്തിൽ നെഫ്രോൺസിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു പോയി അത് നെഫ്രോപ്പതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഉയർന്ന രക്തസമ്മർദ്ദം, അതേപോലെ കിഡ്നിയിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്ന അവസ്ഥ, കിഡ്നിയിലേക്കുള്ള രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും കിഡ്നിയിൽ രക്തയോട്ടം കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പം കിഡ്നിയിൽ നിന്ന് കൂടുതൽ രക്തയോട്ടം ഉണ്ടാകാൻ വേണ്ടി കൂടുതൽ ഹോർമോൺസ് കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും അത് ബി.പി കൂടാൻ കാരണമാവുകയും ചെയ്യും. ബി.പി കൂടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നെഫ്രോൺസിനുള്ള പ്രവർത്തനത്തിൽ വർക്ക് ലോഡ് കൂടുകയും അത് പിന്നീട് നെഫ്രോൺസിനെ ഡാമേജിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ OPDയിൽ ഒരു കിഡ്നി പേഷ്യൻസ് വരുന്നവരുടെ ലക്ഷണം നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ സ്റ്റേജുകളിലൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം ഇതൊരു അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് പെട്ടെന്ന് ഫെയിലിയറിലേക്ക് പോകുന്നത്. ഇപ്പോൾ ലിവറിൻ്റെ കണ്ടീഷനായാലും കിഡ്നിയുടെ കണ്ടീഷനായാലും ചിലപ്പോൾ രോഗികൾ ഒന്നുകിൽ മൂത്രത്തിൽ പതയുന്നുണ്ട്, മൂത്രത്തിന് സ്മെല്ലുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ്, മൂത്രച്ചുടിച്ചിലൊക്കെ ആയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ചിലപ്പോൾ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് യൂറിനിൽ കാണപ്പെടുന്നത്. അപ്പോഴാണ് ക്രിയാറ്റിൻ ടെസ്റ്റിലേക്കോ അതല്ലെങ്കിൽ GFR ഒക്കെ ടെസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ കിഡ്നി ഫങ്ഷൻസ് ഒരു 5 സ്റ്റേജായിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ കിഡ്നി ഫങ്ഷൻ എത്രമാത്രം പ്രവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടി GFR ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്ലോമറുലസ് ഫിൽട്രേഷൻ റേറ്റ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് 5 സ്റ്റേജായിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒരു സ്കോറുണ്ട്. 90 മുതൽ 120 വരെയാണ് സ്കോറെങ്കിൽ നോർമലായിട്ട് കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. 60നും 90നും ഇടയ്ക്കാണെങ്കിൽ കിഡ്നി ഫങ്ഷൻ മൈൽഡായിട്ട് കുറഞ്ഞിരിക്കുന്നതാണ്. അതേപോലെ 30നും 60നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് കിഡ്നി ഫങ്ഷൻ കുറഞ്ഞിരിക്കുന്നു. 15നും 30നും ഇടയ്ക്കാണെങ്കിൽ സീവിയർ കിഡ്നി ഡാമേജ് ആണ്. 0നും 15നും ഇടയ്ക്കാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2ന് മുകളിലേക്ക് ക്രിയാറ്റിൻ പോയി കഴിഞ്ഞാലും, അതേപോലെ മുതിർന്നവരിൽ 5ന് മുകളിൽ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ അത്രമാത്രം താറുമാറായി എന്നാണ് കണക്കാക്കുന്നത്. അപ്പം നമുക്കറിയാം 2 ടൈപ്പ് രോഗികളുണ്ട്. ഒന്ന് ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസും ഉണ്ട്. രണ്ടാമത് ക്രിയാറ്റിൻ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് മരുന്ന് കഴിക്കുന്ന കിഡ്നി പേഷ്യൻസും ഉണ്ട്. അപ്പം ഈ 2 പേർക്കുമുള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഡയറ്റാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബ്ലഡിലുള്ള അഴുക്കെല്ലാം ഡയാലിസിസിലൂടെ മാറ്റി പിന്നെ കിഡ്നിക്ക് റെസ്റ്റും കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് കിഡ്നി ഈ പറഞ്ഞ ആയുർവേദത്തിൽ അവിടെ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഈ നെഫ്രോൺസിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള റിസർച്ചുകളൊക്കെയാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ നടക്കുന്നത്. ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഇപ്പം ഡയറ്റിലേക്ക് വരാം. ഡയറ്റിൽ ഇപ്പോൾ കിഡ്നി ഡയാലിസിസ് ചെയ്യാതെ മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട്. ഇപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അത്തരം ആൾക്കാരിൽ ഇപ്പോൾ വാട്ടർ റിട്ടൻഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാരിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകില്ല, സോഡിയമൊക്കെ പൂർണ്ണമായിട്ടും പുറത്ത് പോകാതെ സോഡിയം റിട്ടൻഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് വാട്ടർ റിട്ടൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറിയോ വൊമിറ്റിങ്ങോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടി വരും ഡയറ്റിൽ. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. കൂടിപ്പോയാൽ പൊട്ടാസ്യം കൂടിയതിൻ്റെ ലക്ഷണങ്ങളും ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ ഡയറ്റ്
ആൾറെഡി നമ്മൾ ഡയാലിസിസ് പോലെ കിഡ്നിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അന്നേരം ചെയ്യുന്നില്ല. അന്നേരം കിഡ്നിക്ക് വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡയാലിസിസ് ചെയ്യാത്ത പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ള ഇപ്പം നേരത്തെ പറഞ്ഞു, യൂറിന് പ്രോബ്ലം ഉണ്ടാകുന്നില്ല, യൂറിൻ ഫോർമേഷന് പ്രോബ്ലം ഇല്ല, വാട്ടർ റിട്ടൻഷൻ ഇല്ല, കൺജൂറ്റ് നീരില്ല, കാലിന് നീരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വെള്ളം കുടിയിൽ കാര്യമായിട്ട് കുറവ് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ലോ ഫാറ്റ് ലോ പ്രോട്ടീൻ ഡയറ്റ്, കാരണം പ്രോട്ടീൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ക്രിയാറ്റിൻ വരുന്നത്. അതുകൊണ്ട് എക്സസൈസ് അമിതമായിട്ട് വ്യായാമം ചെയ്യാൻ പാടില്ല. പ്രോട്ടീൻ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിട്ട് വരും, ബ്ലഡിൽ ക്രിയാറ്റിൻ കൂടും, ശ്വാസം മുട്ടലുള്ള പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ഡയറ്റ് ഒരു നിയന്ത്രണ വിധേയമാക്കി വേണം ഡയറ്റ് കൊണ്ടുപോകേണ്ടത്. ഇനി അടുത്ത ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ നേരത്തെ പറഞ്ഞു, അവർക്ക് അതിൻ്റേതായ ഡയറ്റുണ്ട്. ശരീരത്തിൽ നഷ്ടപ്പെട്ട മിനറൽസൊക്കെ തിരിച്ച് ശരീരത്തിൽ കിട്ടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻസൊക്കെ കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഡയറ്റൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ആയുർവേദ ചികിത്സയിലേക്ക് വരുവാണെങ്കിൽ, ആയുർവേദത്തിൽ എങ്ങനെ നെഫ്രോൺസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഡാമേജ് സംഭവിച്ച് 90% ഡാമേജ് സംഭവിച്ച് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും, അതേപോലെ ക്രിയാറ്റിൻ 5 താഴെ നിൽക്കുന്ന ഡയാലിസിസ് ചെയ്യാതെ എന്നാൽ മരുന്ന് കഴിച്ചുകൊണ്ട് പോകുന്ന രോഗികളിലും എങ്ങനെ നെഫ്രോൺസിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള റിസർച്ചുകളാണ് ആയുർവേദത്തിൽ നടക്കുന്നത്. ആയുർവേദത്തിൽ വൃക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും കണക്കാക്കുന്നത് മേധോധാതുവിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ കിഡ്നി നമ്മൾ പരിശോധിക്കുന്ന കിഡ്നിക്ക് ചുറ്റും ഫാറ്റുണ്ട്. അപ്പം പാരാനെഫ്രിക് ഫാറ്റ് എന്ന് പറഞ്ഞ ഫാറ്റുണ്ട്, പെരിറീനൽ ഫാറ്റുണ്ട്, അതേപോലെ ഫേഷ്യയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, അത് കിഡ്നി ഒരു ഇഞ്ചുറിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതിലുപരി പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസിലൂടെ ഇത്തരം ഘടകങ്ങൾക്കുണ്ട്. അപ്പം ഈ ഇത്തരം ഘടകങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള മെഡിക്കേഷൻസ്, മരുന്ന് പ്രയോഗ രീതികൾ ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ റിസർച്ചൊക്കെ ഇന്ന് ധാരാളമായി നടന്നു വരുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, സ്റ്റാർവേഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും അവസാനം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു കൊഴുപ്പെന്ന് പറയുന്നത് കിഡ്നിയിലെ കൊഴുപ്പാണ്. അപ്പം ഇത്തരം റിസർച്ചുകൾ ഇന്ന് കിഡ്നി രോഗങ്ങളിൽ ഈ പറഞ്ഞ നെഫ്രോൺസിൻ്റെ ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അപ്പോൾ അത്തരം റിസൾട്ടുകൾ വളരെ താമസിയാതെ തന്നെ ആയുർവേദത്തിലും ഇത്തരം ചികിത്സകൾ, ഫലപ്രദമായ ചികിത്സകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അതിന് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.